പാസപ്പടി കേസിൽ ഒരു CMRL ഉദ്യോഗസ്ഥന് കൂടി ED നോട്ടീസ് അയച്ചു. ചീഫ് ജനറൽ മാനേജരും കമ്പനി സെക്രട്ടറിയുമായ പി സുരേഷ് കുമാറിനാണ് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. SS ശരൺ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശരൺ, 3 ഉദ്യോഗസ്ഥരെ ഇന്നലെ മുതൽ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മറ്റൊരു ഉദ്യോഗസ്ഥന് കൂടി നോട്ടീസ് അയച്ചിരിക്കുകയാണല്ലോ. ആരോടാണ് ചോദ്യം ചെയ്യലിനെത്താൻ അറിയിച്ചിരിക്കുന്നത്? എന്നത്തേക്ക് ഹാജരാകണമെന്നാണ് നിർദ്ദേശം? അമൃത, മറ്റ് 2 CMRL ഉദ്യോഗസ്ഥർക്ക് കൂടി നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഒന്ന് ചീഫ് ജനറൽ മാനേജറും കമ്പനി സെക്രട്ടറിയുമായ പി സുരേഷ് കുമാറാണ്. അദ്ദേഹത്തെക്കുറിച്ച് ED പറയുന്നത് ഈ എക്സാലോജിക്കുമായി ഉണ്ടാക്കിയ കരാറിൽ ഉൾപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നുള്ളതാണ് ED പറയുന്നത്. ഇതിന് പുറമെയാണ് ഈ CMRLന്റെ മുൻ ക്യാഷ്യറായിട്ടുള്ള ആൾക്കും ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയാണ് ഈ 2 ജീവനക്കാർക്കും 2 ഉദ്യോഗസ്ഥർക്കും ED നോട്ടീസ് അയച്ചെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അമൃത സൂചിപ്പിച്ച പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യൽ, 24 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ നേരത്തെ EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നതാണ്. അതിൽ 3 ഉന്നത ഉദ്യോഗസ്ഥരെ വിശദമായി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് EDക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും അവരുടെ ഹർജി പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയ സാഹചര്യം നിലനിൽക്കുകയാണ്. ഇതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ 2 CMRL ഉദ്യോഗസ്ഥർക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനകം തന്നെ ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട രേഖകളെല്ലാം തന്നെ ED ശേഖരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ചോദ്യം ചെയ്യലിന് ഹാജരായ ഉദ്യോഗസ്ഥർ ഈ എക്സാലോജിക്കുമായി നടത്തിയ പണമിടപാടിന്റെയും ഒപ്പം ഉണ്ടാക്കിയ കരാറിന്റെയും രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ എന്ത് തരത്തിലുള്ള സേവനമാണ് എക്സാലോജിക്ക് നൽകിയെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്തായാലും ഈ നേരത്തെ ഹാജരായ 3 ഉദ്യോഗസ്ഥരും നൽകിയിരുന്ന മൊഴിയെന്ന് പറയുന്നത് CMRL അത്തരത്തിൽ പണം നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിന് ഇത്തരത്തിൽ 1.72 കോടി രൂപ CMRL കൈമാറിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള മൊഴി കൂടിയാണ് നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരായ 3 ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇനി നമുക്കറിയേണ്ടത് ഈ പുതിയതായി നോട്ടീസ് നൽകിയ ഉദ്യോഗസ്ഥർ ഹാജരാകുമോ എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ 4 മണി കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഇന്ന് ഹാജരാകാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഹാജരായില്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു നോട്ടീസ് കൂടി ഇവർക്ക് നൽകാനുള്ള നീക്കമായിരിക്കും ED നടത്തുക. ശരി, SS ശരണാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.